ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിതൊരു മീൻ പീരിയാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് നെത്തലെടുത്തിട്ട് ഉപ്പും മുളകും മഞ്ഞളൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില നാട്ടിൽ നെത്തോലി എന്നൊക്കെ പറയും, ഞങ്ങൾ നെത്തൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി, കുറച്ച് തക്കാളി, ആവശ്യത്തിന് കുറച്ച് തേങ്ങ ചിരവിയത്, പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് റെഡിയാക്കാൻ വേണ്ടി വേണ്ടത്. ശേഷം ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് നമ്മുടെ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകവും ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴഞ്ഞു വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളി ഏതാണ്ട് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയമാണ് ഞാൻ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചിരവി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പിന്നെയും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അന്ന് ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ പെരക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ എടുത്തിട്ട് അതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ മീൻ ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഏതാണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വയ്ക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡിഷ് റെഡി ആയിട്ടുണ്ടാവും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വളരെ സിമ്പിളാണ്. നമുക്ക് വേണമെങ്കിൽ ചെറിയ മത്തിയൊക്കെ വെച്ചിട്ടും അതുപോലെ ചെമ്മീനൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. സോ ബൈ.